നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണല്ലോ. ദൈവം ഇതുവരെയും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കാലാവസ്ഥ തന്ന് നമ്മെ സഹായിച്ചു. അതിന് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ സമയത്ത് നമ്മളുടെ ഇടവകയിലെ കലാകാരന്മാരും കലാകാരികളും ഒന്നുചേർന്ന് ഒരു കലാരൂപം ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ്. ആർസിൻ്റെ ഇടയൻ എന്ന പേരിലാണ് ആ കലാരൂപം തയ്യാറാക്കിയിരിക്കുക. വളരെ ദിവസങ്ങൾ നന്നായി അധ്വാനിച്ചാണ് അവർ ഈ സ്റ്റേജിൽ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ചെറിയ കുറവുകളും കുറ്റങ്ങളും ഒക്കെ അതിൽ കണ്ടെന്ന് വരാം. എങ്കിലും അത് നമ്മുടെ മക്കളും സഹോദരങ്ങളും ഒക്കെയാണ് അവതരിപ്പിക്കുന്നത് എന്ന ചിന്തയോടെ ക്ഷമയോടെ അതിനോട് സഹകരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ അതിനുവേണ്ടി ആഴ്ചകളായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. അവസാനവും അത് കൂടുതൽ നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും നമ്മളുടെ ഇടവകയെ ഒരു കുടുംബം എന്നതുപോലെ കോർത്തിണക്കുവാൻ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഒത്തിരി സഹായിച്ചു എന്നാണ് ഞാൻ കരുതുക. പ്രായമായവരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അഭിനയിച്ചുകൊണ്ടാണ് ഈ കലാരൂപം ഇവിടെ തയ്യാറാക്കിയിരിക്കുക. അത് നമ്മളുടെ ഇടവകയുടെ തിരുനാളിൻ്റെ അവസരത്തിൽ ഈ കൂട്ടായ്മ വളർത്തുന്നതിന് ഒരു വലിയ ശക്തിയാണ് എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഇത്രയും പ്രാപ്തരാണല്ലോ എന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവരൊക്കെ വളരെ നന്നായി അത് നിർവഹിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ആത്മീയമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് ഈ കലാരൂപം ഈ വേദിയിൽ അവതരിപ്പിക്കുന്ന അതിൽ രംഗത്ത് വരുന്ന എല്ലാവരെയും നമ്മളെല്ലാം നമ്മുടെ ഇടവക്കാർ തന്നെയാണ്. എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ എല്ലാം ഈ നല്ല മനസ്സോടെ നിങ്ങളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതിന് ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരെയും ഈ നല്ല കലാരൂപം ആസ്വദിക്കുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസകളും നേരുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ സഹൃദയരായ കലാസ്നേഹികളെ, ദൈവം തന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്ത് ദൈവസ്തുതികൾ പാടാൻ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന ദൃശ്യവിസ്മയം. തിന്മയുടെ അന്ധകാരം വ്യാപിച്ച ആർസിൽ നന്മയുടെ തിരിതെളിയിക്കാൻ ദൈവം നിയോഗിച്ച ഇടയൻ തൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ആർസിലെ തിന്മകളെ പിഴുതെറിഞ്ഞ പ്രവാചക ധീരൻ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതം നൃത്ത സംഗീത അഭിനയ മികവോടെ വേദിയിൽ അവതരിപ്പിക്കുന്നു. കുറവുകളും പോരായ്മകളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ആശീർവദിച്ചാൽ സെന്റ് സേവിയേഴ്സ് ഇടവക ദേവാലയം അഭിമാനപൂർവ്വം അണിയിച്ചൊരുക്കും ആർസിൻ്റെ ഇടയൻ, ദ സ്റ്റോറി ഓഫ് സെന്റ് ജോൺ മരിയ വിയാനി.
മോചനമായി തിരയിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. നൃത്തം ആരംഭിക്കട്ടെ. അനാദിധർമ്മസ്വ
പ്രപഞ്ച ചൈതന്യ സാരമേ പ്രഭാത പ്രദോഷ പ്രണാമം പ്രഭാത പ്രദോഷ പ്രണാമം. പാദം നമോ ജീവേശനാമം നമോ സർവേശ പാദം നമോ ജീവേശനാമം നമോ സ്നേഹേശരൂപം നമോ ഭുവനൈക സത്യം നമോ മനസാനന്ദം തൊഴുകൈകളുമായി പരമാനന്ദം തവ കൈകളിലെ ഹൃദയ വീണതയത കൃപകൾ മുട്ടുകയായി സർവേശ പാദം നമോ ജീവേശനാമം നമോ. ചൈതന്യമേ ദാസിതൻ താഴ്മയേ കാണുവാൻ ഞാൻ എന്തേകിയോ ആദിചൈതന്യമേ ദാസിതൻ താഴ്മയേ കാണുവാൻ ഞാൻ എന്തേകിയോ തലമുറയെന്നും ഇനി എന്നെ വാഴ്ത്തും സൗഭാഗ്യവതി എന്ന നിശം തിരുസവിധം മമ ശരണം അടിയടി നദി മധുരം കരകടലാദികളും മലനിര താഴ്വരയും അവകരവിരുതിൻ കീർത്തനമോതുകയായി അത്ഭുതമോതുകയായി സർവേശ പാദം നമോ ജീവേശനാമം നമോ സ്നേഹേശരൂപം നമോ ഭുവനൈക സത്യം നമോ മനസാനന്ദം തൊഴുകൈകളുമായി പരമാനന്ദം തവ കൈകളിലെ ഹൃദയ വീണതയത കൃപകൾ മുട്ടുകയായി സർവേശ പാദം നമോ ജീവേശനാമം നമോ. ദൈവമേ 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 രക്ഷിക്കണേ രക്ഷിക്കണേ ദൈവമേ രക്ഷിക്കണേ അവരെന്നെ കൊല്ലാൻ വരുന്നു അവരെന്നെ കൊല്ലാൻ വരുന്നു ശക്തികൾ വട്ടം വിട്ട് പറക്കുന്നു അഗ്നി ചുറ്റുന്ന വിഷസർപ്പങ്ങൾ ദൈവമേ ദൈവമേ രക്ഷിക്കണേ കഴുകന്മാർ കൊത്തിക്കീറാൻ വരുന്നു ദൈവമേ 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 രക്ഷിക്കണേ ദൈവമേ
ദൈവമേ, എന്നെ രക്ഷിക്കണേ. അപ്പോൾ നിനക്ക് ജീവനിൽ കൊതിയുണ്ടല്ലേ? കാലം നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഈ വാൾമുറിയിൽ ചാഞ്ചാടുന്ന നിന്റെ മനോഹരമായ ശിരസ് കഴുകന്മാർ കൊത്തി വലിക്കാതിരിക്കണമെങ്കിൽ ഈ നിയമ സംഹിതയിൽ നീ ഒപ്പുവെക്കുക. ഈ ആർസിന്റെ അഭിമാനമെന്ന് നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ച ഈ ദേവാലയം ഇന്നു മുതൽ അനാഥമായിരിക്കുന്നു. ഇന്നു മുതൽ ഒരു വൈദികനും ഈ ദേവാലയത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കടന്നു വരില്ല. എത്തിനോ സൗണ്യർ, മിടുക്കാൻ മിടുമിടുക്കാൻ, ആർസിന് രാഷ്ട്രത്തിന് തീരെഴുതി കൊടുത്ത പുരോഹിതൻ. നിനക്കിനി വസ്ത്രം കൊണ്ട് ആവശ്യമില്ല. അല്ലയോ സൗണ്യർ, നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. ആർസിനെ ഭരിക്കാൻ പുതിയ അധികാരി എത്തിക്കഴിഞ്ഞു. അതാ 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 അവൻ വരുന്നു. ഫ്രാൻസിലെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഡാർഡില്ലി എന്ന ഗ്രാമത്തിൽ 1786 മാത്യു വിയാനിയുടെയും മരിയായുടെയും മകനായി ജോൺ ജനിച്ചു. ഒരു അച്ഛനാകണമെന്ന തീവ്രമായ ആഗ്രഹം ചെറുപ്പത്തിൽ തന്നെ അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതിനായി 20-ാമത്തെ വയസ്സിൽ ആബേ ബെയ്ലിയുടെ സ്കൂളിൽ പഠനം ആരംഭിച്ചു. നെപ്പോളിയന്റെ നിർബന്ധിത സൈനിക സേവനത്തിന് പോകേണ്ടി വന്നത് തന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമായി മാറിയെങ്കിലും ദൈവകൃപ കൊണ്ട് ആ സംരംഭത്തിൽ നിന്നും രക്ഷപ്പെട്ട് 1815 ജോൺ സെമിനാരിയിൽ ചേർന്നു. പഠിക്കുവാൻ വളരെ മോശമായിരുന്നുവെങ്കിലും ദൈവഭക്തിയിൽ അദ്ദേഹത്തിന് 1-ാം സ്ഥാനമുണ്ട് എന്ന് വൈദിക മേലധ്യക്ഷന്മാർ വിലയിരുത്തിയതിനാൽ 1815 ഓഗസ്റ്റ് മാസം 13-ാം തീയതി ജോണിന് തിരുപ്പട്ടം നൽകി. 2 വർഷക്കാലം എക്കുളിയിൽ ഫാദർ ബെയ്ലിയുടെ കീഴിൽ കൊച്ചച്ഛനായി സേവനം ചെയ്തു. തുടർന്ന് രാഷ്ട്രത്തിന്റെ മുമ്പിൽ സഭയെ ഒറ്റിക്കൊടുത്ത് പൗരോഹിത്യം ഉപേക്ഷിക്കേണ്ടി വന്ന എത്തിനെ സൗണിയർ എന്ന പുരോഹിതനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ചെകുത്താന്റെ പണിപ്പുരയായ ആർസിലേക്ക് വിയാനി വികാരിയാകാൻ യാത്രയായി. എന്തൊരു ദാഹം! ഒരു മഴ പോലും പെയ്യുന്നില്ല. ഈ മുട്ടക്കുന്നുകളെല്ലാം ഉണങ്ങി കരിഞ്ഞില്ലേ? ആടുകളെ കൊണ്ട് നാം ഇനി എവിടെ പോകാനാ? ഡോബസ് നദിക്കപ്പുറത്തുള്ള കുന്നിൻ ചെരുവിൽ പുല്ലുണ്ടെന്ന് കേട്ടു. എന്ത്? ആ മലങ്കാട്ടിൽ പോകാനോ? പുലിയിറങ്ങുന്ന സ്ഥലമാ. ഇടയന്മാർ അങ്ങോട്ട് പോകാറില്ല. തന്നെയുമല്ല, അവിടേക്ക് എന്താ ദൂരം. തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ പണി തീരും. എടാ നോക്കിയടാ, നമ്മുടെ ആന്റണനടാ ഓടി വരുന്നത്. അവന്റെ കയ്യിൽ കിട്ടുമുണ്ടല്ലോ.
നീ എവിടെയായിരുന്നടാ? എന്റെ ചെങ്ങാതിമാരെ ഒന്നും പറയണ്ട. ഞാൻ കളി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇവനെ മാത്രം കാണാനില്ല. എന്റെ ചങ്കിടിച്ചു പോയി. അപ്പന്റെ കയ്യിൽ നിന്നും നല്ല തല്ല് കിട്ടിയാനെ. ഇന്നലെ മദ്യപിച്ച് വഴക്കുണ്ടാക്കി വെറുതെ എന്നെ ഒരുപാട് തല്ലി. ദേ കണ്ടോ ചോരപ്പാടുകൾ. പാവം കിട്ടു. പുല്ല് തേടി പോയതാ. ഒരു മുൾക്കാട്ടിൽ ഉടക്കിപ്പോയി. അല്പം കൂടി വൈകിയെങ്കിൽ ചത്തുപോയാനെ. എടാ ആകാശത്തേക്ക് നോക്കിയേ. ദേ ദേ മഴവില്ല്. നല്ല മഴക്കാറുണ്ട്. എടാ നല്ല കാറ്റുണ്ട്. ഇന്ന് തല്ലി തൊഴിച്ച് മഴ പെയ്യും. മഴ പെയ്താ നമ്മൾ രക്ഷപ്പെട്ടു. പുഴകൾ ഒഴുകാൻ തുടങ്ങും. പുല്ലു തേടി എങ്ങും പോകേണ്ട. ഹായ്, ദേ മഴ പെയ്തു. ഹായ്, മഴ മഴ പുഴ പുഴ മഴ വന്നാൽ അടിച്ചു പൊളിക്കാൻ. ആർപ്പോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ? തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന്. നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ. മണ്ണാന്ന് മണ്ണാന്ന് വന്ന് വിളയണ മണ്ണാന്ന്. പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയറ നിറയണേ തന്തിര തന്താരാ. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയറ നിറയണേ തന്തിര തന്താരാ. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ? തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ചെണ്ടയും പൂക്കുറും കുഴലും താളമയല്ലോ. വളക്കിലക്കി തളക്കിലക്കി കിളിയാട്ടില്ലേ ഞങ്ങൾ കനക കതിർ മണി നീട്ടാൻ കാവൽ നിന്നില്ലേ. കുമിര കുമിര കുടി കൊട്ടിന തകിട തകിട തകതിത്തന തറ 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 ഇളക്കി തലയിളക്കി മുടിയാട്ടി. ഉയിരിനുയിരെ പാടൂ നമ്മളൊന്നല്ലേ. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയറ നിറയണേ തന്തിര തന്താരാ. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയറ നിറയണേ തന്തിര തന്താരാ. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ? തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന്. നേരാന്നേ നേരാന്നേ കൂട്ടിനു വന്നതവനാന്നേ. പൊന്നാരിയൻ പാടത്തും ഉത്സവമേളം നമ്മള് തുടികൊട്ടി അടിവെച്ച് താളമിട്ടില്ലേ. തട്ടൊടുത്ത് ഞൊറിയിട്ട് കുറിയിട്ടോര് ഒന്നു വട്ടമിട്ട് കൈകൊട്ടി പൂപ്പൊലി പാടാം. കുമിര കുമിര കുടി കൊട്ടിന തകിട തകിട തകതിത്തന തെലുന്ത് തെലുന്ത് വിള വിളക്കി പറ 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 കൊട്ടട. ഉയിരിനുയിരെ പാടൂ നമ്മളൊന്നല്ലേ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരാ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരാ. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ? തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന്. നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ. മണ്ണാന്ന് മണ്ണാന്ന് പൊന്ന് വിളയണ മണ്ണാന്ന്. പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതി
പതിരെല്ലാം പട്ടണ് പട്ടണ് നിറയറതിറയട്ടെ തന്തിര തന്താരോ പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറയറതിറയട്ടെ തന്തിര തന്താരോ പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറയറതിറയട്ടെ തന്തിര തന്താരോ പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറയറതിറയട്ടെ തന്തിര തന്താരോ. നല്ല മഴ, ആർസൊന്നു തണുത്തു. മക്കളെ, നിങ്ങൾ വേഗം വീടെത്താൻ നോക്ക്. അടുത്ത മഴ ഇപ്പൊ വരും. മഴ പെയ്താൽ ഭൂമി തണുക്കും, പിന്നെ നല്ല വിളവ് ലഭിക്കും. ഇന്ന് പുതിയ അച്ഛൻ വരുന്ന ദിവസമല്ലേ? അച്ഛൻ പള്ളിയിൽ എത്തിക്കാണും. പ്രകൃതി പോലും അച്ഛന്റെ വരവറിയിച്ചിരിക്കുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് പള്ളിയിലെത്തണം. കാലം എത്രയായി ഞാനൊരു പുരോഹിതന് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവമേ, ദൈവമേ നന്ദി. ഈ വൈകുന്നേരം ആരാ ഈ വഴിക്ക് വരാൻ? ആളെ കണ്ടിട്ട് ഒരു പരിചയമില്ലല്ലോ. ഇവിടെയെങ്ങും ഇങ്ങനെ തുടുപ്പിട്ടിട്ടുള്ള ആളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തായാലും ഇവിടെയുള്ള ആളല്ല. കുഞ്ഞേ, മോന്റെ പേരെന്താ? ഞാൻ ആന്റൺ. കൊള്ളാം, നല്ല പേര്. അല്ല, ആന്റൺ ഇവിടെ തനിയെ എന്തെടുക്കുകയാ? അത് ഞാൻ ആടുകളെ മേയ്ക്കാൻ വന്നതാ. കൂട്ടുകാർ ആടുകളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. അങ്ങ് വരുന്നത് കണ്ടപ്പോൾ ഞാനിവിടെ നിന്നതാ. അതേതായാലും നന്നായി. ദൈവമാണ് മോനെ ഇവിടെ നിർത്തിയത്, എനിക്ക് വഴി പറഞ്ഞു തരാൻ വേണ്ടി. കേട്ടോ, ഞാനും ഒരാട്ടിടയനാ. ആർസിലെ മക്കളെ നയിക്കാൻ ദൈവം നിയോഗിച്ച ഇടയൻ. അങ്ങ് അച്ഛനാണല്ലേ? ഇന്ന് ഫാൻഗാങ്കൾ പറഞ്ഞിരുന്നു ഒരു അച്ഛൻ വരുമെന്ന്. ഞാൻ ആദ്യമായിട്ടാ ഒരു അച്ഛനെ കാണുന്നത്. മോനൊരു സഹായം ചെയ്യൂ. ആർസിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരുമോ? മോന് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം. അതാ അങ്ങകലെ ആ കുന്നുകൾക്കപ്പുറത്ത് പതുക്കെ പതുക്കെ ഇരുട്ടിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്നതാ ഞങ്ങളുടെ ഗ്രാമം. ഓ, എന്തു സുന്ദരമായ കൊച്ചു ഗ്രാമം. ഞങ്ങളുടെ നാടിനെ കുറിച്ച് അച്ഛൻ അറിയില്ല. പൊട്ട നാടാ. എന്നും അതെ, പൊടിയും അടിയും ബഹളവും തല്ലും വഴക്കും. അമ്മമാരും കുഞ്ഞുങ്ങളും കരയാത്ത ദിവസമുണ്ടാകില്ല. തട്ടിപ്പറിക്കലും കൊലപാതകം വരെ ഉണ്ടായിട്ടുണ്ട് അച്ഛാ. ദൈവമേ, ആർസിലെ മക്കളെ കാത്തുകൊള്ളണേ. അവിടെ അങ്ങേ സ്നേഹത്തിന്റെ വെളിച്ചം പകരാൻ ഈ പാപിയായ വൈദികന്റെ കരങ്ങൾക്ക് അവിടുന്ന് ശക്തി നൽകണേ. ദൈവമേ, ഒരു 100 കൊല്ലം പീഡനങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ദൈവസ്നേഹം മങ്ങിയ ആർസിലെ ജനങ്ങളെ മാനസാന്തരപ്പെടുത്തണമേ. വീണ്ടും മഴ തുടങ്ങി അച്ഛാ. നമുക്ക് വേഗം പോകാം. மணி
നേരമയാൾ കിടക്കപ്പായെ നോട്ടും നേരെ പാറിലേക്ക് ഞാൻ ഓട്ടും ആറ് തുറക്കും മുമ്പേ കേറും എന്നും വെളുപ്പാങ്കാലം കണ്ണ് തുറക്കുമ്പം രണ്ടെണ്ണം വീശിയിലെ കൈ പറക്കും ഒന്നാമത്തെ പെങ്കൊഴിച്ച് കുറഞ്ഞ ടൈപ്പ് ഒരു സോഡ വാങ്ങി കടിച്ച് പൊട്ടിച്ച് അതിലൊഴിച്ച് ആർത്തിയോട്ടത് കയ്യിലെടുത്ത് കുടിച്ച് നോക്കിയപ്പം തണുപ്പില്ലഞ്ഞിട്ട് ഇറക്കാൻ പറ്റാതെ ഐസിനായി ഞാൻ കൂകവേ സപ്ലയർ വന്നെന്റെ മോനക്ക് തോണ്ടിയപ്പം നല്ലോണം നൊന്തട ഇന്നെനിക്ക് രണ്ടാമത് പെക്കെടുത്ത് ഒറ്റയടിക്കൊരു വലി വലിച്ച് മുളകെടുത്തൊരു കടി കടിച്ച് മുണ്ടിൻ തല കൊണ്ട് കീറി തൊട്ടച്ച് ചെറുങ്ങനെ ഒരു ചിരിച്ചിരിച്ച് അടിമുടി ഒരു തരിപ്പുകേറി ഞാൻ നിൽക്കവേ കല്ലിപ്പുകേറ്റാനായി ഒരുത്തൻ വന്നെന്നെ തുറിച്ച് നോക്കിയിട്ട് പല്ലിളിച്ചേ മൂന്നാമത്തെ പെങ്കടിച്ച് മുരി നിവർത്തി വിടർന്നു നിന്ന് മീശ പതുക്കെ പിരിച്ചു വച്ച് മുണ്ടൊന്നെടുത്ത് മടക്കി കുട്ടി മൂളി പാട്ടും പാടിക്കൊണ്ട് താളമിട്ട് മൂടിൽ ഞാനൊന്ന് നിൽക്കവേ നല്ല മൂടിൽ ഞാനൊന്ന് നിൽക്കവേ എന്റെ മൂക്കിനിട്ടൊരു കടി കടിച്ചണ സ്നേഹമുട്ടിന് വേറൊരുത്തൻ നാലാമത്തെ പെങ്കടിച്ച് നാണമൊക്കെ പറന്ന് നാല് കാലിലാടി നിന്ന് നാലു ചുറ്റും നോക്കിക്കൊണ്ട് നീട്ടി നാല് വിസിലടിച്ച് വഴവഴാന്ന് നാവ് കുഴഞ്ഞു നിൽക്കവേ എന്റെ നടുപുറത്ത് പടപട എന്ന് പടക്കം പൊട്ടിച്ച് മറ്റൊരുത്തൻ അഞ്ചാമത്തെ പെങ്കടിച്ച് ബെഞ്ചിന്മേലെ കയറി നിന്ന് ആട്ടുതോമ വീശും പോലെ മുണ്ടഴിച്ച് വീശിയപ്പോ കളസമിടാൻ മറന്ന കാര്യം ഞാൻ ഒഴികെ പാറിലെല്ലാരും കണ്ടടാ കൊണ്ടുകൊണ്ടാണുങ്ങൾ പോയൊരു നേരത്ത് മുണ്ടാട്ട മുട്ടിപ്പോയി എനിക്ക് ആറാമത്തെ പെങ്കടിച്ച് പാറിലോണറ തെറിവിളിച്ച് ടോറി ചില്ലി തല്ലി പൊളിച്ച് തറ പറക്കുപ്പിയിട്ട് തറതൊടാതെ കറങ്ങി ഞാൻ ഇന്നടിമുട്ടി വിറക്കൂ തറയായി നിൽക്കവേ അന്നോന് പോയൊരു മുട്ടിനിടിച്ച് മുദ്രക്കോടിയിലടയിൽ എനിക്ക് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ മണ്ണിലിടമില്ല അതുകൊണ്ട് ഞാനിവിടെ തന്നെ ഞങ്ങളെ കിടക്കാം എന്തേ നിന്നും കൊല്ലച്ചേതുണ്ടാക്കണാൽ ഞാനിവിടെ തന്നെ കിടക്കാം. എല്ലാം പറഞ്ഞതുപോലെ രാത്രി 12 മണിക്ക് പള്ളിമുറ്റത്ത് ആദ്യം പള്ളിയിലെ വിലപിടിച്ച പൊൻകുരിശ്, പിന്നെ ആ വലിയ 2 വീടുകൾ. പുലരും മുമ്പ് എല്ലാം തീരണം. ആയുധങ്ങൾ എടുക്കാൻ മറക്കണ്ട. ആ ഇത് കയ്യിൽ വെച്ചു. വഴിയിൽ വെച്ച ആ മാത്യുവിനെ അങ്ങ് തട്ടിയേക്ക്. ശവശരീരം പതിവ് പോലെ ആ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞേക്ക്. എടാ സ്റ്റീഫ, എന്താ നീ പറയണേ? പണം തിരിച്ചു തരില്ലെന്നോ? മകളെ കെട്ടിച്ചേക്ക് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. പറഞ്ഞ അവധി എത്ര കഴിഞ്ഞെന്നറിയോ? ഇനിയും തന്നില്ലെങ്കിൽ നിന്നെ ഞാനില്ല. അടങ്ങ് കാരണവരെ, പണം തന്നില്ലെങ്കിൽ നീ എന്നെ എന്താ ചെയ്യാ? ഈ സ്റ്റീഫൻ ആർക്കും പണം തിരിച്ചു കൊടുത്ത ചരിത്രമില്ല. പിന്നെ മകള്, അതോർത്ത് താൻ വിഷമിക്കേണ്ട. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എന്റെ നേരെ കയ്യോമെന്നോ? ഇത് വെച്ച് 2 പൊട്ടിക്കും ഞാൻ. പിന്നെയൊന്നും ബാക്കിയുണ്ടാവില്ല.
കളിക്കാൻ നിൽക്കാതെ പോവിൻസന്റെ. ഇതേതാ ഈ പുതിയ അവതാരം? വർഷങ്ങൾക്ക് മുമ്പ് ഒരെണ്ണത്തിനെ പുകച്ച് ചാടിച്ചതല്ലേ? ഇതിന്റെ വിധി അത് തന്നെ. നീണ്ട കുപ്പായിട്ട് ഇറങ്ങിക്കോളും ഒരു കത്തനാര്. അച്ഛാ ഇത് എവിടേക്കാ? കട്ടിലും മറ്റു സാധനങ്ങളുമായി ആക്രികളിലേക്കാണോ? കൊള്ളാം, നല്ല തമാശ. ഞാനും ഒരു ഫലിതപ്രിയനാ. അച്ഛന്മാർക്ക് സ്ഥലം മാറ്റം കിട്ടിയാൽ പിന്നെ ഇതല്ലേ അവസ്ഥ. എല്ലാം കെട്ടിപ്പെറുക്കി കൂടെ കൊണ്ടുപോണം. അച്ഛോ ഒന്ന് കമ്പനി കൂടിട്ട് പോവാം. കുന്നൊക്കെ കയറി ക്ഷീണിച്ചതല്ലേ? അതേ മക്കളെ, മയിലുകൾ താണ്ടി കുന്നുകളും കയറി ഈ ഉന്തുവണ്ടിയും തള്ളി ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളോട് കമ്പനി കൂടാൻ തന്നെയാ. പിന്നെ ഈ അഴുക്കുചാലിൽ കിടന്ന് ജീവിതം നശിപ്പിക്കാനല്ലാട്ടോ. നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. കൂട്ടുകാരെ, യുവത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പണം പിടുങ്ങി കുടിച്ചു കൂത്താടി സമയം കളയാനുള്ളതല്ലാട്ടോ. അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ദൈവവിചാരത്തോടുകൂടി ജീവിക്കാനുള്ളതാ. മനസ്സിലായോ? എവിടെ സ്ഥലം ദൈവമേ? ആട് പമ്പേ, ആരാട് പമ്പേ, ആടാട് പമ്പേ, പമ്പേ പോയി പിന്നി. ആട് പമ്പേ. പാവം നിന്റെ ഒരവസ്ഥ. കാശ് കൊടുത്ത് കള്ളും കുടിച്ച് വഴിയിൽ കിടക്കാനാ നിന്റെയൊക്കെ യോഗം. ആരുടെ തലയില് എനിക്ക് ഓ മോനിവിടെ കിടക്കണ്ട. ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കാം. മോന്റെ വീട് എവിടെയാ? വീടല്ലടാ. അങ്ങ് എന്നെന്താ വിളിച്ച? മോനെന്നോ? ഞാൻ ആദ്യമായിട്ടാ ഒരാളെന്നെ മോനെന്ന് വിളിച്ച് കേൾക്കണത്. ആദ്യമായിട്ടാ ഒരാളെന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. അച്ഛോ, അച്ഛന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. കൊള്ളാം, സുബോധം വന്നത് നന്നായി. നിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഭാര്യയും മക്കളും ഒക്കെ? ഇല്ലച്ചോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കെട്ടുപ്രായമായല്ലോടോ. തന്നെ നിൽക്കാൻ പറ്റാത്ത നീയൊക്കെ എങ്ങനെയാ കല്യാണം കഴിക്കുന്നതല്ലേ? ആദ്യമായി പരിചയപ്പെട്ടതല്ലേ? എല്ലാവരും ഈ മധുരം കഴിക്കും. എന്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളൂ തരാൻ. ഞാൻ നിങ്ങളെ തേടിയാ വന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്തു തീർക്കാനുണ്ട്. എല്ലാവരും സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കണം. എന്നാലേ എല്ലാം ഭംഗിയാവൂ. എന്താ എല്ലാവരും ഇങ്ങനെ പകച്ചു നോക്കി നിൽക്കണത്? എന്റെ ചങ്ങാതിമാരെ, ഒരു കൈ സഹായിക്ക്. ഒറ്റയ്ക്ക് വണ്ടി വലിച്ച് ഞാൻ വയ്യാണ്ടായിരിക്കണു. അങ്ങനെ അമ്മേ, നമ്മുടെ സങ്കടങ്ങളൊക്കെ എന്നാ തീരാ? ഇതിലും ഭേദം വിഷം കഴിച്ചു മരിക്കുന്നതാ. വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും അപ്പന്റെ കുടിക്ക് ഒരു കുറവുമില്ല.
വഴിയിൽ അപ്പം മദ്യപിച്ച് ഉടുതുണിയില്ലാതെ കണ്ടപ്പോൾ തോലി ഉരിഞ്ഞു പോയി. ഈ നശിച്ച നാട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും പോയാ മതി. കരയാതിരിക്കും മോളെ, ഇത്രയും കാലം ജീവിച്ചില്ലേ. എല്ലാം സഹിച്ചേ പറ്റൂ. കർത്താവ് എല്ലാം കാണുന്നുണ്ട്. മോള് സമാധാനമായിരിക്കെ. എല്ലാത്തിനും ഒരു വഴിയുണ്ടാകും. അമ്മേ, അമ്മേ. എന്താ മോനെ, എന്തു പറ്റി? നമ്മുടെ പള്ളിയിൽ ഒരു അച്ഛൻ താമസിക്കാൻ വന്നു. അച്ഛനോ? നമ്മുടെ പള്ളിയിലോ? അതെ അമ്മേ, ഞാൻ അച്ഛനെ പള്ളിയിൽ കൊണ്ടാക്കിയത്. നല്ല സ്നേഹമുള്ള അച്ഛനാ. ഇത് കണ്ടോ, ജപമാലയും മിഠായിയും അച്ഛൻ തന്നതാ. എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നാളെ എല്ലാവരെയും കൂട്ടി പള്ളിയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. നേരാണോ നീ പറയുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ നശിച്ച നാട്ടിലേക്ക് എങ്ങനെയാ അച്ഛന്മാർ കടന്നു വരിക? എല്ലാവരും അച്ഛന്മാരെ ഓടിക്കുകയല്ലേ? ചേച്ചി, ഞാനാ അച്ഛനെ പള്ളിയിൽ കൊണ്ടാക്കിയത്. പിന്നെ വഴിയിൽ മദ്യപിച്ച് നിന്നവരൊക്കെ അച്ഛൻ ഉപദേശിച്ചു. പള്ളിയിൽ ആ വേറോനിയുടെ നേതൃത്വത്തിൽ രാത്രി കൂട്ടങ്ങൾ നടക്കുകയായിരുന്നു. അച്ഛൻ അവരെയൊക്കെ അവിടെ നിന്ന് ഓടിപ്പിച്ചു. നമ്മുടെ ഫാൻഗോങ്കൾ അച്ഛനെ സഹായിച്ചത്. മക്കളെ, ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഇനി നമ്മുടെ നാട് നന്നാവും. അച്ഛനെ കണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയണം. ഈ ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ടെന്നാ തോന്നുന്നത്. മനസ്സിന് വല്ലാത്ത സന്തോഷം. വാ മക്കളെ, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിന്നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുങ്ങിപ്പൂവായി. മന്നാകയിൽ
എന്തു പറ്റി? ആ മത്തായിയെ കൊന്ന് കൊക്കയിൽ എറിഞ്ഞില്ലേ? നേതാവേ, എല്ലാ പ്ലാനുകൾ തകർന്നു. ഞങ്ങൾ അവനെ തടഞ്ഞു നിർത്തിയതാ. കുത്താനായി കത്തിയെടുത്തപ്പോ ഏതോ ഒരു അദൃശ്യ ശക്തി തള്ളി താഴെയിട്ടു. എഴുന്നേൽക്കാനാവാതെ ഞങ്ങൾ അവിടെ കിടന്നു പെടഞ്ഞു. അവന്റെ കാലിൽ വീണ് കെഞ്ചിപ്പഴ എണീക്കാനായത്. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. നശിപ്പിച്ചു. നിങ്ങളേക്ക് എന്തിനു കൊള്ളാം, മണ്ണുണ്ണികൾ. ഇതുവരെയും എന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചിരുന്നില്ല. ആദ്യമായി നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചതാ, നശിപ്പിച്ചു. എനിക്ക് അവസരം കിട്ടി. അവന്റെ കണക്ക് ഇപ്പോൾ തീർക്കാം. സമയം വൈകുന്നു. പൊൻകുരിശ് നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും. നീ പോയി ആ പരിസരമൊക്കെ ഒന്ന് നോക്കിട്ടോ. വയ്യ, ശരീരം തളരുന്നു. അമ്മേ, അയ്യോ. നേതാവേ, എന്തു പറ്റിയടാ? അതാ അവിടെ. എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ, സത്യസൗന്ദര്യമേ, നീയാണെനിക്കുള്ള മാർഗവും ദീപവും, എത്തേണ്ടതായുള്ളോരിടവും. നീയാണെനിക്കുള്ള മാർഗവും ദീപവും, എത്തേണ്ടതായുള്ളോരിടവും. എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ, സത്യസൗന്ദര്യമേ. നീയെല്ലോരാവിന്റെ കൺപോളയിൽ തൊട്ടു സ്നേഹപ്രഭാതം വിടർത്തുന്നു. നീയല്ലോ ശൂന്യാംബരങ്ങളിലെത്രയോ താരാഗണങ്ങൾ വരയ്ക്കുന്നു. ദാഹിക്കും നേരത്ത് ജീവജലം നീ, അന്നവും വായുവും നീ. ദുഃഖശതങ്ങളിൽ ആശ്വാസമേകുന്ന ദിവ്യകരസ്പർശം നീ. എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ, സത്യസൗന്ദര്യമേ, നീയാണെനിക്കുള്ള മാർഗവും ദീപവും, എത്തേണ്ടതായുള്ളോരിടവും. നീയാണെനിക്കുള്ള മാർഗവും ദീപവും, എത്തേണ്ടതായുള്ളോരിടവും. എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ, സത്യസൗന്ദര്യമേ. എന്താ മക്കളെ നിങ്ങൾ അന്വേഷിക്കുന്നത്? പൊൻകുരിശാണോ? അതാണെങ്കിൽ സങ്കീർത്തിയിലുണ്ട്, ഞാൻ എടുത്തു തരാം. പിന്നെ മറ്റൊന്നുകൂടി മോഷ്ടിക്കാൻ മറക്കരുത്. സക്രാരിയിൽ 3 ആണികളിന്മേൽ തൂങ്ങിക്കിടക്കുന്ന എന്റെ പൊന്നു തമ്പുരാനെയും അതുകൂടിയായാൽ എല്ലാമായി മക്കളെ. മോനെ, നിന്റെ പേരെന്താ? റാഫേൽ. മാലാഖയുടെ പേരാണല്ലോ. നിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. റാഫേലെ, നിന്റെ അമ്മ കുറേ നാളായിട്ട് ഒരാട്ടിൻകുട്ടിയെ
ഓമനിച്ചു വളർത്തുന്നുണ്ട് എന്ന് കരുതുക. ഒരു ദിവസം ഒരുവൻ വന്ന് ഈ ആട്ടിൻകുട്ടിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നും കരുതുക. നിന്റെ അമ്മയ്ക്ക് വിഷമാവോ മോനെ? വിഷമമാകും, എനിക്കറിയാം. നിന്റെ അമ്മ രാത്രി ആരും കാണാതെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് വാവിട്ട് കരയുന്നുണ്ടാകും. ശരിയാച്ച, എന്റെ അമ്മയെ പോലെ എത്രയോ അമ്മമാർ ഞാൻ കാരണം കരഞ്ഞിട്ടുണ്ടാവും. ഞാൻ കാരണം എത്രയോ പേരുടെ ജീവിതം നശിച്ചു. എന്റെ അടുത്ത ചങ്ങാതിയാ. ഞാൻ കാരണം ഇവനും ഇങ്ങനെയായി. മതി അച്ചോ, മതി. ചോര വീണ മണ്ണിലൂടെ ഞാൻ നടന്നു മടുത്തു അച്ചോ. എന്നെ ഒന്ന് രക്ഷിക്കച്ചോ. കരയല്ലേ എന്റെ പൊന്നുമോനെ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നീ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ദൈവം നിന്നെ ഓർത്ത് എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുന്നത് പാപമാണ്. അത് മോഹിക്കാൻ പോലും പാടില്ല. ഇന്നു മുതൽ നീ ഒരു പുതിയ മനുഷ്യനാ. നിന്റെ കൂട്ടുകാരും ഞാനില്ലേ നിങ്ങളുടെ കൂടെ? റാഫേൽ മാലാഖയെ പോലെ മറ്റുള്ളവരുടെ കാവലാളാവണം നീ. ധൂർത്തപുത്രനെ തന്റെ പിതാവ് കാത്തിരിക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് നിങ്ങളെയും കാത്തിരിക്കുന്നു. വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പ്രവഹിച്ചു തുടങ്ങി. വിയാനിയച്ചൻ ശക്തമായ ഭാഷയിൽ വചനം പ്രസംഗിച്ചു. തിന്മകൾക്കെതിരെ ആഞ്ഞടിച്ചു. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കായി തീവ്രമായ ആഗ്രഹത്തോടെ മണിക്കൂറുകൾ അദ്ദേഹം ഉപസാരക്കൂട്ടിൽ പ്രാർത്ഥനാപൂർവം ചെലവഴിച്ചു. ദൈവജനത്തിന്റെ കൂട്ടായ്മയോടെ പുതിയ ദേവാലയം പണിതീർത്തു. അഗതികൾക്ക് വേണ്ടി ഒരു ദൈവപരിപാലന ഭവനം പണികഴിപ്പിച്ചു. കാലം അതിവേഗം മുന്നോട്ട് പോയി. പ്രായവും രോഗവും വിയാനിയെ ക്ഷീണിതനാണ്. ആർസ് വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. സാമ്രാജ്യം തട്ടിയെടുക്കും. ആസിൽ നിന്നും നീ ജീവനും കൊണ്ട് ഒളിച്ചോടുന്ന രംഗം അത് ആഘോഷിക്കാൻ എനിക്ക് കൊതിയായി. നിനക്കെതിരെ സ്വഭാവഹത്യയുടെ ഒളിയമ്പുകളെയാൻ ആസിലെ ജനങ്ങളെ ഞാൻ ആയുധമാക്കും. വെള്ളവസ്ത്രത്തിൽ ചെളിവാരിയെറിയാൻ നല്ല രസമാ. പാതിരിക്കെതിരെ അംഗം വെട്ടാൻ അവർ ഇതാ എത്തിക്കഴിഞ്ഞു.
മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞും മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞും പൊന്നാമ്പലില്ലേ പൊന്നായലിഞ്ഞും ഇല്ലാവെയിൽ പറന്നുയരും പൊന്നാവണിക്കാറ്റാണു ഞാൻ മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞും പൊന്നാമ്പലില്ലേ പൊന്നായലിഞ്ഞും സന്ധ്യതൻ തീരങ്ങളിൽ പൂവിതൾ പാടങ്ങളിൽ മഴയുടെ മലർനീർ തുള്ളിയ പുഴയിലൊരു പൂന്തെന്നലായി പ്രണയ താരാപദം തിരഞ്ഞു പോകുന്നു ഞാൻ മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞും പൊന്നാമ്പലില്ലേ മഞ്ഞായലിൽ പൊന്നാവണിക്കാറ്റാണ് മത്തായി ചേട്ടൻ ഇപ്പൊ ഷാപ്പിലൊന്നും ആളില്ലല്ലേ? ഇവിടേക്ക് വല്ല കോഴി വളർത്തി തുടങ്ങിക്കണോ? ദോ തന്നോടന്നെ പറഞ്ഞ ഇവിടേക്ക് വല്ല കോഴി വളർത്തി തുടങ്ങ്. ഒരു ബിയാനിയച്ചൻ വന്ന് ഇവിടെ ആകെ അങ്ങോട്ട് മാനസാന്തരപ്പെടുത്തിയില്ലേ? ഇപ്പൊ രാത്രി കൂട്ടത്തിനൊന്നും ഒരാളില്ല. പട്ടിണി കിടന്ന് താനൊക്കെ ചാവും. പട്ടിണി കിടന്നേ താനൊക്കെ ചാവും. അത് തന്റെ വിധി. ദോ മത്തായി അങ്ങോട്ട് നോക്കടാ, ഒരു ഐഡിയ ഉണ്ട്. ജനങ്ങളൊക്കെ അവനെതിരെ തിരിച്ചാ മതി. ഒരു സൂത്രണ്ടതിന് ഒരു തീപ്പൊരി അങ്ങോട്ട് ഇട്ട് കൊടുക്കണ. പിന്നെ അങ്ങടെ കത്തിയിട്ടുണ്ടല്ലോ, ആളെ അങ്ങോട്ട് കത്തിയ എല്ലാം അവസാനിക്കും. ഒരു പാതിരി വന്നിരിക്കുന്നു ജനങ്ങളെ അങ്ങോട്ട് രക്ഷിക്കാൻ, ഒലത്താനായിട്ട്. ഇച്ചായ എല്ലാം ഞാൻ കേട്ടു. അച്ഛനെ കുറിച്ച് വേണ്ടാധീനം പറയണ്ട. അച്ഛന്മാരെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞാൽ തമ്പുരാൻ പൊറുക്കില്ല കേട്ടോ. ചൂലെ കടന്ന് പോടി ഇവിടുന്ന്. നീ ആരണ്ടി ഇതിലിടപെടാൻ? നശിപ്പിന്റെ കൊടി ഓടി അവിടുന്ന്. അവന്മാരൊന്നും നന്നായില്ല, പിശാചിന്റെ സന്തതികളാ. എന്താണോ പറയുന്നേ? ദൈവനിഷേധം പറയല്ലേ. ധിക്കാരികൾ എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല. ആന്റൺ, എന്താ കാര്യം? നീ ഒന്ന് തെളിച്ച് പറ. അച്ഛനൊന്നും അറിഞ്ഞില്ലേ? വഴിയോരങ്ങളിൽ അച്ഛനെ കുറിച്ച് വൃത്തികെട്ട പോസ്റ്റർ ഒട്ടിച്ചിരിക്കുക. അത്രയേ ഉള്ളൂ? അതിനാണോ നിങ്ങൾ ഈ കിടന്ന് ചാടുന്നത്? അല്ല അച്ഛാ, ജനം ആകെ ഇളകിയിരിക്കുക. വടക്കേതിലെ വേറോലിയെയും അച്ഛനെയും ചേർത്ത സംസാരം. ഇന്നലെ അച്ഛന്റെ അടുത്ത് നിന്ന് അവൾ തനിയെ പോകുന്നത് കണ്ടവരുണ്ടത്രേ. എല്ലാ കഥകൾ പറഞ്ഞു നടക്കുന്ന കണ്ണിച്ചോരയില്ലാത്ത ഇവരോട് ദൈവം എങ്ങനെയാ ക്ഷമിക്കുക? ഒരായുസ് മുഴുവൻ ഈ ജനത്തിനു വേണ്ടി ജീവിച്ചിട്ട് ഇവർ അച്ഛന് തന്ന സമ്മാനം. അവർക്ക് വേണ്ടി ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു.
അറിവില്ലാത്ത അവരോട് ക്ഷമിക്കണം അച്ചോ, ക്ഷമിക്കണം. എന്താടോ കുട്ടികളെ പോലെ മുകളിൽ എല്ലാം കാണുന്ന ദൈവമില്ലേ? പിന്നെ നമ്മൾ എന്തിനു പേടിക്കുന്നു? എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാമെന്നേ. ആ കൊച്ചച്ഛൻ വന്നല്ലോ. എന്നെ കുറിച്ച് എന്തൊക്കെയോ കഥകൾ പറഞ്ഞു കേൾക്കുന്നു അല്ലേ? ഇത് കേട്ട് അച്ഛൻ വിഷമിക്കണ്ടാട്ടോ. ഇതൊക്കെ വൈദിക ജീവിതത്തിൽ പതിവുള്ളതാ. ഇതുകൊണ്ടൊന്നും പതറരുത്. പാവം മനുഷ്യർ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ അവരൊക്കെ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല. എടാ കത്തനാരെ, തന്റെ കയ്യിലിരിപ്പ് ഇപ്പോഴല്ലേ മനസ്സിലായത്? എന്തായിരുന്നു പ്രസംഗങ്ങൾ? കുമ്പസാരക്കൂട്ടിലെ വിശുദ്ധൻ, സഹനത്തിന്റെ ദാസൻ, പാവപ്പെട്ടവരുടെ സ്നേഹിതൻ, പള്ളിമണി അടിച്ച് ഇനി ആളെ കൂട്ടി ഞങ്ങള്. പിന്നെ കത്തനാരുടെ പൊടി പോലും ബാക്കിയുണ്ടാവില്ല കേട്ടാ. അതിനൊന്നും നിൽക്കണ്ട. സമയം കളയാതെ പെട്ടിയും കിടക്കെടുത്ത് വേഗം ഇറങ്ങിക്കോ. ഇറങ്ങടോ. ദൈവത്തെ ഓർത്ത് ബഹളം വെക്കരുത്. എന്താ അസംബന്ധ നിങ്ങൾ ഈ വിയാഞ്ഞച്ചനെ കുറിച്ച് പറയുന്നത്? മക്കളെ, നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമായി. നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇവിടേക്ക് വന്നല്ലോ. നിങ്ങളെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ എന്താ ചെയ്യാ എന്ന് ദൈവത്തോട് ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ഇത്രയും പെട്ടെന്ന് ഉത്തരം തന്നല്ലോ. എനിക്ക് സമാധാനമായി. മക്കളെ, നിങ്ങളിങ്ങനെ വന്ന കാലിന്മേൽ നിന്നാൽ എങ്ങനെയാ? എവിടെയെങ്കിലും ഒക്കെ അങ്ങ് ഇരിക്കും. ആന്റൺ, ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നോക്കടാ. എന്നോട് ക്ഷമിക്കച്ച. എന്റെ നാവ് കൊണ്ട് എത്ര ക്രൂരമായ നുണയാണ് പറഞ്ഞത്. എന്റെ നാവ് പിഴുത് കളയണം. ഞാൻ വഴി പിഴച്ചോളാച്ച. ഇവരെല്ലാവരും എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞപ്പോ അസുഖം ബാധിച്ച എന്റെ കുഞ്ഞിനെ ഓർത്തുപോയി. അച്ഛനെ കുറിച്ച് അപവാദം പറഞ്ഞ നിമിഷം മുതൽ ഇപ്പോൾ വരെ എനിക്കൊരു സ്വസ്ഥതയും ഉണ്ടായിട്ടില്ല. എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ. എന്നോട് ക്ഷമിക്കച്ച. ഹേയ്, എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? കരയല്ലേ, എല്ലാത്തിനും പരിഹാരമുണ്ടെന്നേ. ദൈവം ഇപ്പോൾ നിനക്ക് വീണ്ടും ജനിക്കാൻ ഒരു അവസരം തന്നിരിക്കുന്നു. നിന്റെ ഹൃദയം അവിടുന്ന് കാണുന്നുണ്ട് മോളെ. ദൈവത്തോട് മാപ്പ് ചോദിച്ച് നീ ഒന്ന് കുമ്പസാരിച്ച് പ്രാർത്ഥിക്കും. എല്ലാം ശരിയാവും. അല്ല മക്കളെ, നിങ്ങൾ പന്തങ്ങളുമായി തിരികെ പോവുകയാണോ? പ്രായമായി, പഴയ പോലെ വയ്യ. ശേഷിക്കുന്ന കാലം ഏതെങ്കിലും ആശ്രമത്തിൽ ചെലവഴിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ നിങ്ങൾ ഇവിടെ ഇങ്ങനെ. ഇനി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ കൊച്ചച്ഛനുണ്ടല്ലോ. മക്കളെ, ഈ പന്തങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കട്ടെ. മറ്റുള്ളവരെ കത്തിച്ച് ചാമ്പലാക്കാനല്ല, വഴിയറിയാതെ നിൽക്കുന്നവർക്ക് വെളിച്ചമായി മാറാൻ. എടാ മത്തായി, നിന്റെ ചാരായ കടയിലേക്ക് ഇപ്പോൾ ആരും വരുന്നില്ല അല്ലേ? ഇത് വച്ചോ. ഞാൻ എല്ലാ ദിവസവും ഉപവസിച്ച് മിച്ചം പിടിച്ച് സ്വരൂപിച്ച കുറച്ചു പണം. ഇത് നിനക്കുള്ളതാ, എനിക്കെന്തിനാ?
കൊണ്ട് നിനക്കൊന്നുമാവില്ല എന്നെനിക്കറിയാം. എങ്കിലും എന്റെ കയ്യിൽ ആകെ ഇതേ ഉള്ളൂ നിനക്ക് വേണ്ടി തരാൻ. മോനെ, നീ ഇനി ആളുകൾക്ക് വിഷം കൊടുക്കല്ലേ. മനസ്സിന് സമാധാനം കിട്ടുന്ന മറ്റേതെങ്കിലും ഒരു ജോലി, ഏതെങ്കിലും ഒരു ജോലി നീ ചെയ്യുമോനെ. അച്ഛോ, എനിക്ക് തെറ്റി. മനസ്സ് മുഴുവൻ സ്നേഹമുള്ള ഈ പുണ്യവാനെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. അച്ഛൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. കൂടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും. പിള്ളേരെ വാ, ഇത് നമുക്കൊന്ന് ആഘോഷിക്കാം. മദ്യവെച്ചിട്ടല്ല, പാട്ടുപാടി. വാടാ. பேச்செல்லாம் பழிக்காதுடா, இருக்கும் வரைக்கும் அன்பு தருவான். உள்மேல் பூவாக வந்தாரையா, நியாயம் தீர்க்க வருவாரடா. விரட்டி வண்டிய கட்டி பம்பரமா சுத்துவோம், தலைமை வரலாற ஊரெல்லாம் சொல்லுவோம். എന്ത്
ആർസിൽ നമ്മുടെ സാമ്രാജ്യം തുടച്ചു മാറ്റപ്പെട്ടുവോ? അവസാനത്തെ സങ്കേതവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇല്ല ഇല്ല, നമ്മളെ തോൽപ്പിക്കാനാവില്ല. മനുഷ്യൻ ദൈവത്തെ മറക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ നാം അവനിലേക്ക് ആവാഹിക്കും. ആർസിലെ നമ്മുടെ സാമ്രാജ്യം തച്ചുടച്ച ബിയാനി. ആർസിലെ നമ്മുടെ സാമ്രാജ്യം തച്ചുടച്ച ബിയാനി. വിടില്ല ഞാൻ. നിനക്ക് ചിതയൊരുക്കാൻ സമയമായി. നിന്റെ ഉറക്കം കെടുത്തു ഞാൻ. ഇതാ നിന്റെ കാളരാത്രികൾ ആരംഭിച്ചു കഴിഞ്ഞു. നീ കുടിക്കേണ്ടത് മനുഷ്യന്റെ രക്തമാ. നീ ഇവിടെ കിടന്ന് ദാഹിച്ച് മരിക്കണം. നിന്നെ തേടി ആരും വരില്ല. ഇതാ നിനക്ക് ഞങ്ങളുടെ സമ്മാനം. ദൈവമേ, എന്തൊരു പരീക്ഷണം. ദൈവമേ, എന്തു പറ്റി അച്ഛാ? അച്ഛോ, എന്തു പറ്റി അച്ഛാ? എഴുന്നേൽക്ക്. ഇവിടെ ഇരിക്കും. ഈ വെള്ളം കുടിക്കും. ദൈവമേ, എന്തോ ഒരു ദുസ്വപ്നം കണ്ടതുപോലെ എന്തൊക്കെയോ സംഭവിക്കുന്നു. സാത്താന്റെ വലിയ ഉപദ്രവം. പ്രാർത്ഥനയുടെ ശക്തി ക്ഷയിക്കുന്നത് പോലെ. അച്ഛോ എന്തു പറ്റി അച്ഛോ? അച്ഛനാകെ വിയർത്തിരിക്കുന്നല്ലോ. ഒന്നുമില്ലെന്നേ മക്കളെ. നമ്മൾ ദൈവത്തോട് ഏറെ അടുക്കുമ്പോൾ സാത്താന്റെ പരീക്ഷണം കൂടും. അതിന്റെയാ. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. കൊച്ചച്ചോ, മനസ്സിൽ ഇപ്പോൾ വല്ലാത്തൊരാഗ്രഹം. പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ച് സ്വസ്ഥമായ ഒരു പ്രാർത്ഥനാ ജീവിതം. പ്രായമായില്ലേ, ഇനി ഓർമ്മയൊക്കെ കുറയും. ശരീരം പഴയ പോലെ വഴങ്ങുന്നില്ല. കേട്ടിട്ടില്ലേ പ്രായമായ അച്ഛന്മാരെ കുറിച്ച് ആളുകൾ പറയുന്നത്? അച്ഛൻ കുർബാന ചൊല്ലിയാൽ തീരില്ല. തിരിച്ചും മറിച്ചും അതേ പേജുകൾ തന്നെ മറച്ചുകൊണ്ടിരിക്കും. പ്രസംഗമായാലോ എന്നും ഒരേ കഥകൾ തന്നെ. പോരാത്തതിന് മുൻകോപവും. അങ്ങനെ പലതും.
ഇടവകക്കാർക്ക് ഞാനൊരു ഭാരമാകുന്നതിന് മുൻപ് വിശ്രമിക്കുന്നതല്ലേ നല്ലത്? അച്ഛൻ എന്താ ഈ പറയുന്നേ? വിശ്രമിക്കണമെന്നോ? അച്ഛൻ ഇപ്പോഴും എന്നേക്കാൾ ചുറുചുറുക്കുണ്ട്. എത്ര പേരാ അച്ഛനെ തേടി വരുന്നത്? എന്തുമാത്രം രോഗികളാ സുഖം പ്രാപിച്ച് തിരിച്ചു പോകുന്നത്? അച്ഛോ, വിശ്രമിക്കാനൊന്നും നേരമില്ല. നാളെ ക്രിസ്മസാ. ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകും. ക്രിസ്മസ് കരോളിന് പോകാൻ സമയമായി. ഇത്തവണ മാത്യു ചേട്ടനെ ക്രിസ്മസ് പപ്പ ആക്കണമെന്നാ എല്ലാവരും പറയുന്നേ. ഞങ്ങളെ തനിച്ചാക്കി അച്ഛൻ എങ്ങോട്ട് പോകാനാ? അച്ഛനെ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല. രോഗം വന്ന് കിടപ്പായാലും അച്ഛനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും. ഞങ്ങളെയൊക്കെ വേർപിരിഞ്ഞ് അങ്ങേക്കിനി എന്താ ഒരുങ്ങാനുള്ളത്? അങ്ങ് ഞങ്ങൾക്ക് ഇപ്പോഴും ജീവിക്കുന്ന വിശുദ്ധനാ, ജീവിക്കുന്ന വിശുദ്ധൻ. ഫാൻഗോ അങ്കിൾ എന്താ ഫലിതം വല്ലതും പറഞ്ഞോ? വിശുദ്ധനെന്നൊക്കെ പറഞ്ഞ വലിയ സ്ഥാനമാണ്. ഞാനൊരു നിസാരൻ. നിങ്ങൾക്കറിയോ, സെമിനാരിയിൽ പഠിക്കുമ്പോൾ എന്നെ എല്ലാവരും മണ്ടാ മണ്ടാന്നാ വിളിക്കുക. എല്ലാവരും കളിയാക്കി ചിരിക്കും. പഠിച്ചാലോ ഈ മരത്തലയിൽ ഒന്നും കയറില്ല. പഠിക്കാൻ മിടുക്ക് കുറഞ്ഞപ്പോ എന്നെ സെമിനാരിയിൽ നിന്ന് പുറത്താക്കാൻ പോയതാ. എന്റെ മക്കളെ, ഞാൻ എന്റെ യേശുവിന്റെ മുമ്പിൽ ഹൃദയം പൊട്ടി കരഞ്ഞു. ഞാൻ എന്റെ വേദനകൾ മുഴുവൻ ചെറുപ്പം മുതലേ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്ന എന്റെ ഈ മാതാവിനോട് പറഞ്ഞു. മാതാവ് അപ്പോൾ എന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് എന്നോട് പറയാ, നീ വിഷമിക്കണ്ട, നീ എന്റെ സ്വന്തമല്ലേ, നീ തീർച്ചയായും ഒരു വൈദികനാകും. എന്റെ മിടുക്കൊന്നുമല്ല കേട്ടോ, ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഞാനൊരു വൈദികനായി. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ പ്രവർത്തിക്കാനുമായി. മക്കളെ, ഇനി വയ്യ. സ്വസ്ഥമായൊരു പ്രാർത്ഥനാ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛനപ്പോൾ പറഞ്ഞു വരുന്നത്? അതെ അച്ഛാ, ഞാൻ ഇറങ്ങുകയാ. സന്ധ്യയ്ക്ക് മുൻപേ ഈ കുന്നിറങ്ങണം. ഇതാ പള്ളിയുടെ താക്കോൽ. എല്ലാം നന്നായി വരട്ടെ. ആൻഡാ, നീയാണ് എനിക്ക് ഈ ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. ഈ വയസ്സിനെ കുന്നിറങ്ങാൻ എന്നെ ഒന്ന് സഹായിക്കടാ മോനെ. അച്ഛൻ പോകരുത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അച്ഛനെയാണ്. എന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായത് അച്ഛനെ കണ്ടുമുട്ടിയപ്പോഴാണ്. ഞങ്ങളെ തനിച്ചാക്കി അച്ഛൻ പോകരുത്. ഞങ്ങളെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിവിടരുത്. ഞാൻ പള്ളിമണി അടിക്കാൻ പോവാ. ഒരിക്കൽ അച്ഛനെ ഒറ്റിക്കൊടുക്കാൻ പള്ളിമണി അടിക്കാൻ തുനിഞ്ഞതാ ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ പള്ളിമണി അടിക്കുന്നത് ഈ ഇടവക ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി പുണ്യവാനായ അങ്ങ് ഈ ആർസിനെ വിട്ടു പോകരുതേ എന്ന് കരഞ്ഞു പറയാനാ. ജീവിതത്തിന്റെ
സമാധാനം എന്തെന്ന് അന്നാണ് എനിക്ക് കാണിച്ചു തന്നത്. അത് നഷ്ടപ്പെടുത്തി വീണ്ടും ഒരു സാത്താനാകാൻ എനിക്ക് വയ്യച്ചോ. അങ്ങ് ഞങ്ങളെ വിട്ടു പോകരുത്, ഞങ്ങളെ വിട്ടു പോകരുത് അച്ചോ. മത്തായി ചേട്ടാ പോയി പള്ളിമണി അടിക്ക്. എല്ലാവരും വരട്ടെ. അച്ഛൻ പോണമെങ്കിൽ പൊറ്റോ. പക്ഷെ ഇവരെ ഞങ്ങൾ എവിടേക്കാ കൊണ്ടുപോകേണ്ടത്? ഞങ്ങളെ വിട്ടു പോകല്ലേ അച്ഛോ. ഒരു നിഴൽ പോലെ അച്ഛന്റെ കൂടെ നടന്ന ഫാൻഗോങ്ങളായി പറയുന്ന ഇവർക്കൊക്കെ ആരെങ്കിലും ഉണ്ട്. ഈ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ആരാ ഉള്ളത്? ഞങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചം കെടുത്തല്ലേ അച്ഛാ, കെടുത്തല്ലേ. ഇവിടെ എല്ലാവർക്കും അപ്പച്ചനും അമ്മച്ചി ചേട്ടനും ചേച്ചിയുമുണ്ട്. ഈ കുഞ്ഞുമോൾക്ക് മാത്രം ആരില്ല. അച്ഛൻ ഞങ്ങളെ വിട്ടു പോയാൽ ഈ കുഞ്ഞുമോൾ കരഞ്ഞ് മരിക്കുകയുള്ളൂ. അച്ഛൻ പോകല്ലേ അച്ഛ, അച്ഛൻ പോകല്ലേ അച്ഛ, അച്ഛൻ പോകല്ലേ അച്ഛ. സ്നേഹിച്ച് കൊതി തീരാത്ത മനസ്സുമായി ആർസിന്റെ പ്രിയപ്പെട്ട വിയാനി അച്ഛൻ ആർസിന്റെ ജനഹൃദയങ്ങളിലേക്ക് തിരിച്ചു വന്നു. അജപാലകൻ അലിവുള്ളവൻ ഹൃദയങ്ങളറിയുന്നവൻ കരുണാമയൻ കനിവുള്ളവൻ കരൾ തോറും കുടിക്കൊണ്ടവൻ അലയല്ലേ നീ അരികിൽ വരൂ അവൻ നിന്നെ തഴുകിടുമേ. അജപാലകൻ അലിവുള്ളവൻ ഹൃദയങ്ങളറിയുന്നവൻ കരുണാമയൻ കനിവുള്ളവൻ കരൾ തോറും കുടിക്കൊണ്ടവൻ അലയല്ലേ നീ അരികിൽ വരൂ അവൻ നിന്നെ തഴുകിടും.